ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ആ വലിയ മാറ്റങ്ങൾ, അതായത് യഥാർത്ഥ റിസൾട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ പെട്ടെന്നുള്ള ഒരു വിശകലനമാണിത്. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ യാതൊരുവിധ മുഖവുരയുമില്ലാതെ നമുക്ക് നേരെ തുടങ്ങാം, അല്ലേ? നോക്കൂ, വളരെ കൈപ്പേറിയ, എന്നാൽ നമ്മളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സത്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ വെറും ഒരു ദിവസം, അതെ, ഒരേ ഒരു ദിവസം ജിമ്മിൽ പോയിട്ട് തിരികെ വന്ന് കണ്ണാടിയിൽ നോക്കിയാൽ എന്തെങ്കിലും മാറ്റം കാണാൻ കഴിയുമോ? ഇല്ല, യാതൊരു മാറ്റവും ഉണ്ടാകില്ല, അല്ലേ? അതാണ് സത്യം. വെറും ഒരു ദിവസത്തെ വ്യായാമം കൊണ്ട് ശരീരത്തിൽ പെട്ടെന്നൊരു റിസൾട്ടും കിട്ടില്ല എന്നുള്ളതാണ് പ്രായോഗികമായ യാഥാർത്ഥ്യം. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് വല്ലാത്ത നിരാശ തോന്നിയേക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്നറിയാമോ? ഈയൊരു ദിവസം ജിമ്മിൽ പോയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത് വളരെ താൽക്കാലികമായൊരു പ്രശ്നം മാത്രമാണ്. പക്ഷേ ആ നിരാശ കാരണം നിങ്ങൾ ആ പരിശ്രമം പകുതി വഴിയിലങ്ങ് ഉപേക്ഷിച്ചാൽ, അതായത് നിങ്ങളങ്ങ് ക്വിറ്റ് ചെയ്താൽ, പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും കൈപ്പേറിയ സത്യം. അതായത് ഈ താൽക്കാലികമായ ഫലമില്ലായ്മയേക്കാൾ എത്രയോ ഭയാനകമാണ് പിന്മാറുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്ഥിരമായ പരാജയം. അപ്പോൾ നമ്മൾ ശരിക്കും ചെന്ന് ചാടുന്നത് ഒരു വലിയ ഡേഞ്ചർ സോണിലേക്കാണ്. നമ്മൾ തുടങ്ങിവെച്ചൊരു കാര്യം റിസൾട്ട് പെട്ടെന്ന് കാണാത്തതുകൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ഉറപ്പുവരുത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ആഗ്രഹിച്ച മാറ്റം ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്താതിരിക്കാൻ 100% ഗ്യാരണ്ടിയുള്ള ഒരേയൊരു വഴി അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ്. 0% അവിടുത്തെ സക്സസ് റേറ്റ്. അവിടെ വിജയത്തിന് യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: ഈ വലിയ മാറ്റങ്ങൾ ശരിക്കും സംഭവിക്കുന്നത് എപ്പോഴാണ്? അത് നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമാണ്. കൺസിസ്റ്റൻസി അഥവാ ആ ഒരു സ്ഥിരതയുണ്ടല്ലോ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് മാറ്റത്തിൻ്റെയും യഥാർത്ഥ ഫോർമുല എന്ന് പറയുന്നത്. ശരിക്കും ഗണിതശാസ്ത്രത്തിലൊരു സമവാക്യം പോലെ കൃത്യമാണിത്. നിങ്ങൾ ചെയ്യുന്നതെന്തോ ആകട്ടെ, അത് ദിവസവും ഒരു മടുപ്പും കൂടാതെ ആവർത്തിക്കുക. അങ്ങനെ സ്ഥിരതയോടെ നിൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഇനി ഈ ചെറിയൊരു വിശകലനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് വളരെ വ്യക്തമായൊരു കാര്യം മാത്രമാണ്. നാളെയും നിങ്ങളുടെ ആ ലക്ഷ്യത്തിനു വേണ്ടി യാതൊരു റിസൾട്ടും കണ്ടില്ലെങ്കിൽ കൂടി വീണ്ടും ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒറ്റ ദിവസം കൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞല്ലോ. പക്ഷേ എന്നും പരിശ്രമിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് 100%വും കഴിയും. അപ്പോൾ പൂർണ്ണമായ സ്ഥിരതയോടെ നാളെ വീണ്ടും തുടങ്ങാം, അല്ലേ? തീർച്ചയായും. കൂടുതൽ രസകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.